ഓഗസ്റ്റ് 27 ചൊവ്വാഴ്ച. മത്തായി 23 മുതൽ 26 വരെ വാക്യങ്ങൾ. ഒരു സ്ത്രീ സുന്ദരനായ അയൽക്കാരൻ്റെ ബാഹ്യരൂപം കണ്ട് മയങ്ങി. തന്നോടൊപ്പം ഒളിച്ചോടാൻ പറഞ്ഞപ്പോൾ അവൾ ഒരു മടിയും കൂടാതെ അത് സമ്മതിച്ചു. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയപ്പോൾ അവൾ അവൻ്റെ യഥാർത്ഥ സ്വഭാവം കണ്ടെത്തി. അവൻ്റെ ധിക്കാരപരമായ ആധിപത്യ സ്വഭാവം, ഉത്തരവാദിത്വമില്ലായ്മ, പിന്നെ ഒത്തിരി നിഷേധാത്മക പെരുമാറ്റങ്ങൾ. നമ്മിൽ പലർക്കും ബാഹ്യമായ കാഴ്ച വളരെ പ്രധാനമാണ്. സുന്ദരമായി മനോഹരമായി കാണപ്പെടുന്നവരിലേക്ക് നാം എളുപ്പത്തിൽ ആകർഷിക്കപ്പെടുന്നു. അല്ലെങ്കിൽ മനോഹരമായി നമ്മൾ കാണുന്നവരെ നമ്മൾ ആരാധിക്കുന്നു. നല്ലതും വില കൂടിയതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ നമ്മുടെ ശ്രദ്ധ എളുപ്പത്തിൽ പിടിച്ചു പറ്റുന്നു. എന്നാൽ ബാഹ്യമായത് പലപ്പോഴും ആന്തരികമായതിന് സമാനമല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യരൂപം പ്രധാനമല്ല. നമ്മുടെ ഹൃദയങ്ങളുടെയും ഉദ്ദേശശുദ്ധിയെക്കുറിച്ചാണ് അവൻ കൂടുതൽ ശ്രദ്ധാലുക്കൾ ആകുന്നത്. കാണാത്തതും നമ്മുടെ വികാരങ്ങൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതുമായവയാണ് യേശുവിന് കൂടുതൽ പ്രധാനം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ കഠിനമാണ്. കപടനാട്യക്കാരായ ശാസ്ത്രിമാരെ, ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം. ഈ മത നേതാക്കന്മാരെന്ന് കരുതപ്പെടുന്നവരോട് യേശു വീണ്ടും ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ഫരിസേയർ ദശാംശം നൽകുകയും നിയമങ്ങളെല്ലാം ശരിയായ രീതിയിൽ പാലിക്കുകയും ചെയ്തെങ്കിലും നിയമത്തിൻ്റെ അനിവാര്യവും പ്രധാനപ്പെട്ടതുമായ വശങ്ങളായ സ്നേഹം, കരുണ, വിശ്വസ്തത എന്നിവ അവഗണിച്ചതിന് ഈ ഭക്തരായ മനുഷ്യരെ യേശു നിശിതമായി വിമർശിക്കുന്നു. കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെയും ഫരിസേയരെയും അന്ധരായ വഴികാട്ടികളെന്ന് അവൻ നിശിതമായി വിളിക്കുന്നു. ഈ വാക്കുകൾ ശാസ്ത്രിമാരുടെയും ഫരിസേയരുടെയും ശക്തവും പരസ്യവുമായ അപലപനമാണ്. ഒരുപക്ഷെ ഈ നിയമജ്ഞരോടും ഫരിസേയരോടും നമുക്കും ചില താതാത്മ്യം കാണാൻ കഴിഞ്ഞേക്കും. യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ വിളിയുടെ ആഴത്തിൽ നമ്മൾ പരിശോധിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ നിയമം അക്ഷരം പ്രതി ജീവിക്കാൻ പലപ്പോഴും എളുപ്പമാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നാം പൂർണ്ണ ഹൃദയരും സ്നേഹവും ഉള്ളവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അതെ, നമുക്ക് മറ്റുള്ളവരെ സ്വയമേ വിധിച്ചേക്കാം. എന്നിരുന്നാലും അവരോട് കരുണയും വിവേകവും ഉള്ളവരാകാൻ നാം തീരുമാനിക്കുമോ? നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നാം വിശ്വസ്തരാണോ? അല്ലെങ്കിൽ നിയമത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അവ മാത്രം പാലിക്കുന്നവരാണോ? നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തിൽ അനുകമ്പയും സ്നേഹവും ഉൾപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട നിയമം സ്നേഹത്തിൻ്റെ നിയമമാണ്. ഈ നിയമമാണ് യേശു തൻ്റെ ജീവിതത്തിലുടനീളം മാതൃകയാക്കിയത്. ഇന്ന് അവൻ്റെ ആ കാൽ ചുവടുകൾ പിന്തുടരാൻ നമുക്കും തീരുമാനമെടുക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.